തിരുവനന്തപുരത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ശക്തമായ മഴയിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ആളുകളൊക്കെ തന്നെ വലിയ രീതിയിലാണ് പ്രയാസപ്പെടുന്നത്. നമുക്കിപ്പം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ രാഹുൽ ജിനാഥും അമൽ തേനമ്പറമ്പിലും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് രാഹുലിലേക്ക് പോകാം. രാഹുൽ, മുമ്പ് സംസാരിച്ചപ്പോൾ പല ആളുകളും കൊച്ചിയിൽ നിന്ന് അടക്കം ഇവിടേക്ക് എത്തി ക്ഷേത്ര ദർശനത്തിലായിട്ടുള്ള എത്തിയ ആളുകളൊക്കെ തന്നെ ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാൻ കിട്ടുന്നില്ല എന്ന രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, മൊത്തത്തിൽ വെള്ളക്കെട്ടാണ്. ആളുകളൊക്കെ തന്നെ വലിയ രീതിയിൽ വലയുകയാണ്. ഇപ്പോൾ ഒന്ന് മഴ മാറി നിൽക്കുകയാണ്. വെള്ളം ഉടനെങ്ങാനും ഇറങ്ങാൻ സാധ്യതയുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ രാഹുൽ? ലക്ഷ്മി, മഴ മാറി നിൽക്കുന്നില്ല എങ്കിൽ പോലും മഴ ചാറി നിൽക്കുകയാണ്. അപ്പോഴും വലിയ ശമനം ഈ പറഞ്ഞ കാഴ്ചകളിലുണ്ട്. കാരണം നമ്മൾ നേരത്തെ കാണിച്ച കച്ചവട സ്ഥാപനങ്ങളെല്ലാം കച്ചവടം സജീവമാകുന്ന കാഴ്ചയാണ്. കാരണം അവരെപ്പോഴും പറഞ്ഞു മഴയൊന്ന് കുറഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി ചെയ്ത് തുടങ്ങാം എന്ന് പറഞ്ഞു. കാരണം അവർക്ക് സ്ഥിരമായി അവർ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്, കടന്നു പോകുന്ന കാഴ്ചയാണ്. ഇപ്പോൾ നോക്കുക, ഈ കച്ചവട സ്ഥാപനങ്ങൾക്ക് എല്ലാം വെള്ളം കയറി നിൽക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടതെങ്കിൽ ഇപ്പോൾ കച്ചവടം സജീവമാവുകയാണ്. ആകെ പ്രശ്നമായി നിൽക്കുന്നത് നമ്മുടെ ഈ തോടിന് വശത്തുള്ള റോഡിലേക്കാണ്. കാരണം ഇതിപ്പോൾ വെള്ളം ഇറങ്ങുന്ന തോട്ടിലേക്കാണെങ്കിൽ തന്നെ അത് തിരിച്ചൊഴുകി ഇറങ്ങുന്നുമുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായി ഒഴുകുന്നില്ല. ഈ തോട് കൃത്യമായി ഒഴുകിയിരുന്നെങ്കിൽ ഈ വെള്ളം ഒഴുകിപ്പോയേനെ. ആ തോടിൻ്റെ ഒഴുക്ക് കുറവാണ്, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം മാലിന്യം അത്രമാത്രം കൂടിക്കിടക്കുകയാണ്. റോഡിൻ്റെ വശത്തേക്ക് വെള്ളം വീഴുകയാണെങ്കിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. കച്ചവടം സജീവമാവുകയാണ്. നമ്മൾ നേരത്തെ കാണിച്ച ലോട്ടറി കടയാണ്. തുറക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ രാവിലെ കരുതിയിരുന്നത് അല്ലേ? തുറക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്നത്. തുറക്കാൻ കഴിയും. ഇപ്പൊ തുറന്നതാ, ഇനി ക്ലീൻ ചെയ്യാനായി കിടക്കുകയാണ്. ആണല്ലേ? വലിയ രീതിയിൽ വെള്ളം കയറിയുള്ളില്ലേ? നല്ലോണം കയറിയിട്ടുണ്ട്. നല്ലോണം വെള്ളം ചെളിയുണ്ടോ അല്ലേ? ചെളിയുണ്ട്, ഇനി ക്ലീനിങ്. ക്ലീനിങ് ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവർക്ക് മുന്നിലുള്ള പ്രശ്നം. അത് തന്നെയാണ്, ആളുകൾ വരുമ്പോൾ കടയ്ക്ക് മുന്നിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. കടയ്ക്കുള്ളിൽ നമുക്ക് കാണാം മുഴുവൻ ചെളിവെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള കടകളിലെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. രാവിലെ എത്തുമ്പോൾ ഇത് തുറക്കാൻ കഴിയുമോ എന്നുള്ള വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വശത്തുള്ള കടകളിലെല്ലാം സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമ്മൾ നിരവധി ആളുകളെ കണ്ടിരുന്നു ഈ ലോട്ടറി സെൻറ്ററുമായി ബന്ധപ്പെട്ട്. അവിടെ എല്ലാം ഈ വശത്തെല്ലാം വെള്ളം ഒഴുകി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും നേരത്തെ അവർ പറഞ്ഞതുപോലെ മഴ മാറി നിൽക്കുന്നു. മഴ മാറി നിന്നപ്പോൾ വെള്ളക്കെട്ടും ഇല്ലാതാകുന്നു. വെള്ളക്കെട്ട് ഇങ്ങനെ വെള്ളം പതിയെ ഇറങ്ങി തുടങ്ങുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഇതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ചെറുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എറണാകുളത്ത് നിന്ന് മഴ പേടിച്ചെത്തിയപ്പോൾ തിരുവനന്തപുരത്ത് വലിയ മഴ എന്ന് പറയുന്ന തരത്തിലേക്കൊക്കെ ആളുകൾ എങ്ങനെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് തന്നെയാണ്. ചേട്ടാ, നമുക്ക് നേരത്തെ സൈക്കിളിലെ ടയറൊന്നും കാണാൻ കഴിഞ്ഞില്ലായിരുന്നു, അത്രമാത്രം വെള്ളമായിരുന്നു. അതുപോലെ വെള്ളം ഒഴുകി ഇറങ്ങി അല്ലേ? വെള്ളം ഒഴുകി ഇറങ്ങി. ഓടിയിലെ വെള്ളം കയറി റോട്ടിലെ ഒരു 1.5 അടിക്ക് വെള്ളം കയറി വെച്ചാൽ ആൾക്കാർ നടക്കാൻ പറ്റില്ല, വണ്ടി പോകാൻ പറ്റില്ല, കച്ചവടം എല്ലാം ബാധിക്കണം. അതല്ലെങ്കിൽ ലാട്ടറി കച്ചവടം വളരെ മോശമാണ്. എന്തായാലും മഴ കുറയുന്ന പ്രതീക്ഷയുണ്ടോ? മഴ കുറയുന്നുണ്ട്. കുറയും ഈ സമയത്ത് ഇങ്ങനെ തന്നെയാണോ? മഴ കുറഞ്ഞ ആൾക്കാർ നടക്കാൻ വേണം, കച്ചവടം നടക്കും, ഇല്ലണ ഇല്ല. നാളെ എന്തായാലും ബമ്പർ നറുക്കെടുപ്പുണ്ട്. അപ്പം ഈ ലോട്ടറിയുടെ നറുക്കെടുപ്പുണ്ടില്ലേ, ആളുകൾ വരുമായിരിക്കും. നേരത്തെ അമ്പലത്തിൽ പോകുന്നവരൊക്കെ നേരെ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ? അമ്പലത്തിൽ പോകുന്ന നേരെ ഈ പാതിലെ അന്നപൂർണ്ണ ഫുഡ് കഴിക്കാൻ പോവാണ്. അന്നപൂർണ്ണയിൽ ഇപ്പോൾ മുഴുവൻ വെള്ളമാണ്. മുഴുവൻ വെള്ളമുണ്ട്. ഇപ്പൊ അന്നപൂർണ്ണ തുറക്കില്ല. എന്തായാലും നേരത്തെ നമ്മൾ പ്രതികരിച്ചു ചേട്ടാ, ഇപ്പൊ ലോട്ടറി സെന്ററൊക്കെ തുറക്കാൻ കഴിഞ്ഞു. മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലേ? അടുത്ത് മഴ പെയ്യുമ്പോൾ ഇതല്ലേ ഗതി. ഇനി മഴ പെയ്യുന്ന പറഞ്ഞാൽ ചെളി മാറണ്ട. ചെളി മാറിയാലേ ആൾക്കാർ വരത്തുള്ളൂ. ചെളിയും വെള്ളക്കെട്ടുമായിട്ട് കിടക്കുന്നിടത്ത് ആര് വരാനാ? ഇനി വരാനൊന്നുമില്ല. ഇന്ന ദിവസം പോക്കാം. ഇതിന്റെ മഴ വെള്ളം മാറി എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. അടുത്ത മഴ പെയ്യുമ്പോൾ ഇതേപോലെ വരും. നിങ്ങൾ ഇതിലേക്ക് പ്രശ്നം എപ്പോൾ മഴ പെയ്താൽ ഇതാണ് അവസ്ഥ, മാറുന്നില്ല എന്നുള്ളതാണ്. ഇത് മാറുന്നില്ല. ഞാൻ വന്നിട്ട് ഇവിടെ 22 വർഷം കൊണ്ട് ഇത് തന്നെയാണ് കാണുന്നത്. ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. വലിയ പ്രശ്നമാണ് ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരി രാഹുൽ, എന്തായാലും നേരത്തെ കുറച്ച് വിഷമിച്ചിരുന്ന ആളുകളുടെ മുഖത്തൊക്കെ ഇപ്പോൾ ചെറിയ രീതിയിലൊരു തെളിച്ചം കാണുന്നുണ്ട്. ചില ആളുകൾ അങ്ങനെ വിഷമിച്ച് തന്നെ ഇരിക്കുകയാണ്. ഈ ഒരു ചെളിവെള്ളം കൂടി കയറിയതോടുകൂടി അത് വൃത്തിയാക്കിയ ശേഷം മാത്രമേ കടകളൊക്കെ തന്നെ നന്നായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ചെറിയൊരു ശമനം മഴയ്ക്കുണ്ട്. നമുക്കിനി അമൽ തേനമ്പറമ്പിലേക്ക് കൂടി പോകാം. അമലെ, ഇപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുന്നത് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. അമൽ, ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? അമൽ, കേൾക്കാമോ? ജയലക്ഷ്മി, തിരുവനന്തപുരം ചാക്ക അടക്കമുള്ള മേഖലകളിൽ വെള്ളക്കെട്ട് അതിശക്തമാണ്. വാഹനങ്ങൾ പലയിടങ്ങളിലും നിന്നു പോകുന്നു. ആളുകൾക്ക് വണ്ടിയെടുത്ത് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ അത്ര പ്രതിസന്ധി രൂക്ഷമല്ല, പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും വെള്ളം ഇറങ്ങി തീർന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥയില്ല.
മഴ വീണ്ടും പെയ്യുന്നു എന്നുള്ളതാണ് പ്രതിസന്ധി. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്ന് രാവിലെയൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള ശക്തമായ മഴ, അതിശക്തമായ മഴ ഇപ്പോൾ ഇല്ല. പക്ഷേ ഈ വെള്ളം എന്തുകൊണ്ടോ ഒഴുകിപ്പോകുന്നില്ല എന്നുള്ളതാണ്. ചാക്കയിൽ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഇവിടുത്തെയുള്ള ഈ കടക്കാരൊക്കെ എല്ലാ സമയത്തും നമ്മളോട് പരാതി പറയുന്നതാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. മഴ വരുമ്പോൾ മാത്രം ഇത്തരത്തിൽ ആളുകൾ ഇവിടെ വന്ന് സംസാരിച്ച് അല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഒന്ന് പരിഹരിച്ചു പോകും. പക്ഷേ അതിനുശേഷം അധികം വൈകാതെ തന്നെ വീണ്ടും മഴയുണ്ടാകുമ്പോൾ ഇതേ അവസ്ഥ ആവർത്തിക്കും. അത് ഒരു സ്ഥിരം അവസ്ഥയായി മാറുകയാണ്. ചാക്ക, പഞ്ചൂർ അടക്കമുള്ള മേഖലകളിലും തമ്പാനൂർ അടക്കമുള്ള സ്ഥലങ്ങളിലും എല്ലാം ഇപ്പോൾ ഇത് പതിവ് കാഴ്ചയാവുകയാണ്. ഇവിടെ നിന്നും വെള്ളം ഒഴുകി പോകുന്നില്ല. ഓടകൾ കൃത്യമായി ശുചീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഈ വെള്ളം ഒഴുകി പോകൂ. ഇതൊരു പ്രധാനപ്പെട്ട വഴിയാണ്. ഈ വഴിയിൽ ഇങ്ങനെ വാഹനങ്ങൾ ഇപ്പോൾ പിന്നെയും വാഹനങ്ങളൊന്ന് അനങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ വഴിയിലൂടെ. പക്ഷേ നേരത്തെ ഇതുമായിരുന്നില്ല അവസ്ഥ. ഇവിടെ ഇങ്ങനെ നിർത്തിയിടേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു. പല വാഹനങ്ങളും ചാക്ക ഭാഗത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്.